പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. MLA ആയിട്ട് ഇപ്പോൾ 2 വർഷമാവുന്നു. അപ്പോൾ ഇതുവരെയുള്ള ചാണ്ടി ഉമ്മൻ MLAയുടെ പ്രവർത്തനം എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? അല്ല, എന്നെ കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മളതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നുള്ള ഡിക്ലറേഷനാണ്. അത് വരുന്ന ദിവസങ്ങളിൽ അതിലേക്ക് നീങ്ങുകയാണ്. പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആവുന്ന ഒരു വലിയ ഒരു 6 മാസക്കാലമായിരിക്കും അടുത്തത് എന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് ഈ പൊളിറ്റീഷ്യൻസിന്റെ പൊളിറ്റിക്കൽ ലൈഫിനേക്കാൾ കൂടുതൽ അവിടെ റിയൽ ലൈഫ് ആയിരിക്കും. ചാണ്ടി ഉമ്മൻ MLAയുടെ ഒരു ദിവസം എങ്ങനെയാണ്? ഇപ്പം നിയമസഭ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു മണ്ഡലത്തിലാവും, വിവിധ പരിപാടികളാവും, വിവിധ സ്ഥലങ്ങളിൽ. ഇന്നിപ്പോൾ രാവിലെ അയ്യങ്കാളി അനുസ്മരണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറെ കണ്ടു. അതുപോലെ തന്നെ വിവിധ ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറലെ കണ്ടു ചെന്നൈയിലുള്ള. അതുപോലെ വിവിധ പരിപാടികൾ മണ്ഡലത്തിലും സമീപത്തുമുള്ള പരിപാടികൾ നടക്കുന്നു. ഒരു റുട്ടീനായിട്ട് ഏകദേശം എത്ര മണിക്ക് എണീക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ? അല്ല, 8 മണിക്ക് പരിപാടി എന്തായാലും തുടങ്ങും. നമ്മുടെ ആൾക്കാരെ കണ്ട് 8 മണി തൊട്ട് ഞാൻ ആക്റ്റീവായിട്ട് പുറത്തോട്ട് പോകും. ഈ ആളുകളെ മുഷിപ്പിക്കരുത് എന്നുള്ളത് അപ്പയിൽ നിന്ന് കണ്ടുപിടിച്ച അല്ല, നമുക്ക് അത് പരിമിതികളുണ്ടല്ലോ. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. അതാണ് അദ്ദേഹത്തിന് ഞാൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ചിലപ്പം പൊളിറ്റിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചാണ്ടി ഉമ്മൻ സ്വന്തം അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കി ചെയ്തിട്ടുള്ള പൊളിറ്റിക്സിൽ അതിനകത്താണ് ഈ പുതുപ്പള്ളിയിലെ സ്പോർട്സിന്റെ ഒരു ഡെവലപ്മെന്റ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കൊരു ഡ്രഗ്സിനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ഇന്നോവേഷനാണ്. ഈ 2 വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിവിധ സ്ഥലങ്ങളിൽ സ്പോർട്സിന്റെ ഞാൻ ഡിക്ലെയർ ചെയ്ത കാര്യമൊക്കെ കേരള പുതുപ്പള്ളി സ്പോർട്സിന്റെ സെന്ററാക്കി ഹബ്ബാക്കി മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം USA പോയത് ഒരു 2 മാസത്തിനുള്ളിലാണ്. എൻ്റെ ഫസ്റ്റ് വിസിറ്റിന് ഉദ്ദേശം തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചപ്പം മെസ്സിയെ കൊണ്ടുവരുന്നതിനപ്പുറം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മെസ്സിയെ വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അല്ലേ? സ്പോർട്സ് പേഴ്സൺ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഗെയിംസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കളിക്കാൻ സ്ഥലങ്ങളില്ല, വേദികളില്ല, വെന്യൂസ് ഇല്ല, ട്രെയിനിങ് ഇല്ല. എനിക്ക് മിസ്സിങ് ആണത്. മറ്റൊരു കുട്ടിക്ക് അത് മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് മിസ്സിങ് ഔട്ടാണത്. എൻ്റെ ആഗ്രഹം നടക്കാതെ പോയതാണ്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ക്രിക്കറ്റ് കളിക്കുക, വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിൻ്റെ അവിടെ വെച്ച് ബാഡ്മിൻ്റൺ കളിക്കുക. എനിക്ക് മിസ് ഔട്ട് ചെയ്തു. പക്ഷെ അനന്തരം കളിക്കണം. മറ്റൊരു കുട്ടിക്ക് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതിന് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ, കനഡത്തിൽ മെസ്സി, കേരളത്തിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, അതാവണം നമ്മുടെ എയിം. കാരണം അത് മാത്രമല്ല, ഇതിനൊരു ഇൻഡസ്ട്രി ആക്കി ഡെവലപ്പ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ വിജയം. ഈ സ്പോർട്സ് ഹബ് ആവുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് കളിക്കളങ്ങൾ അതിന്റെ ഏത് ടർഫ് രൂപങ്ങളാണോ? ടർഫ് ഉണ്ട്, ഏത് ഓപ്ഷനും നമുക്ക് ഓപ്പൺ ആണ്. ഞാനിപ്പം ദുബായിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങൾ ഒരു എഗ്രിമെന്റിൽ ടെക്നിക്കലി എത്തി 7 ഏക്കറിലൊരു സ്പോർട്സിന്റെ ഹബ്ബ് പുതുപ്പള്ളി തുടങ്ങാൻ ഒരാളുമായിട്ട് ധാരണയായിട്ടാണ് ഞങ്ങൾ. ഇപ്പം ഈ 2 വർഷത്തെ പ്രവർത്തനങ്ങളെ ഉമ്മൻചാണ്ടി സാർ പണ്ട് പറയുന്നുണ്ട്, അതായത് ഓൺലൈൻ ലോട്ടറി നിരോധിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി നിരോധിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി നിരോധിച്ച സമയത്ത് അത് പെട്ടെന്ന് കുറേ പേരെ അത് ബാധിച്ചു. അപ്പോൾ ആ ഒരു തീരുമാനം എനിക്ക് റിഗ്രറ്റ് ആയി തോന്നിയെന്നും പിന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ള അത് തീരുമാനം മാറ്റിയെന്നും പറയുന്നുണ്ട്. ഇപ്പം ഈ 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് തിരുത്തണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും? എനിക്ക് അപ്പോഴും റിഗ്രറ്റ് വെച്ചാൽ റോഡുകളുടെ പ്രശ്നമാണ്. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഗവൺമെന്റിൻ്റെ കയ്യിലാണ്, പഞ്ചായത്തുകളുടെ കയ്യിലാണ്. പക്ഷെ എനിക്ക് അതിൽ വളരെ ഒരു പശ്ചാത്താപമുണ്ട്. നമുക്കൊരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അവരുടെയും പ്രശ്നമല്ല, മൊത്തത്തിൽ നമുക്ക് പല ഫാക്ടേഴ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം റോഡ്സിന്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയായിരുന്ന ചാണ്ടി ഉമ്മൻ എങ്ങനെയായിരുന്നു ശരിക്കും പൊളിറ്റിക്കൽ, അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ വരാൻ നമുക്കൊരു പ്രായമാവുമല്ലോ, അതിന് മുമ്പുള്ള? ഞാൻ ഒരു 92 തൊട്ട് എനിക്ക് പൊളിറ്റിക്സ് ഇൻട്രസ്റ്റഡ് ആണ്. 92 മേലെ 1 വർഷം കൂടെ മുന്നേ ആയിരിക്കും ചിലപ്പം. രാജീവ് ഗാന്ധിയുടെ മരണമാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അത് പൊളിറ്റിക്സിലും ഇൻട്രസ്റ്റ് ജനിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെന്നും രാജീവ് ഗാന്ധിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പണ്ടൊരു ഷോ ഉണ്ടായിരുന്നു, വേൾഡ് ദിസ് വീക്ക്, പ്രണോ റോയുടെ, NDTV തുടങ്ങുന്നതിന് മുമ്പ്. അത് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വളരെ സൂക്ഷ്മം വാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു എന്താ പറയുക, ഒരു വേൾഡ് പൊളിറ്റിക്സിലേക്ക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നത്. അതുപോലെ പൊളിറ്റിക്സിലേക്ക് ദിവസവും പത്രം വായന, 3 പത്രം വായിക്കുമായിരുന്നു. അതിപ്പം മനോരമ, മാതൃഭൂമി, കേരളകൗമുദി, 3 പത്രം, പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് പത്രം, അത് പിന്നീട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 3 പത്രം വായിക്കുക. കാരണം ഫാദർ മിനിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ പത്രങ്ങളും, എല്ലാ
പിന്നെ സ്പോർട്സ് ഒരു വീക്ക്ലി ഉണ്ടായിരുന്നു, അതൊക്കെ വരുമായിരുന്നു. അതും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സ്പോർട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ താല്പര്യമുള്ള സ്പോർട്സ് സൈറ്റ് ഏതായിരുന്നു? അതിപ്പോ ഇന്ത്യ കളിക്കുന്ന ഏത് കളിയായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്ത്യയുടെ മാച്ച്, ഇന്ത്യ ജയിക്കണം എന്നുള്ളൊരു, ക്രിക്കറ്റ് മാത്രമല്ല, എനിക്ക് ടെന്നീസ്, ലിയാൻഡർ പേസും മഹേഷ് ഭൂപതിയും കളിക്കുന്ന ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോക്കി ഉണ്ടായിരുന്നു, കബഡി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇന്ത്യയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്പോർട്സ് ഇഷ്ടമുള്ള ആളെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഒരു സ്പോർട്സ് വികാരം ശരിക്കും ക്രിക്കറ്റിലേക്ക് ഒതുങ്ങി പോകുന്നു? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഏത് ഒളിമ്പിക്സ് ഉണ്ടെങ്കിലും ഞാൻ അത്, പ്രത്യേകിച്ച് സ്കൂൾ സമയത്ത് അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആണെങ്കിലും സിഡ്നി ഒളിമ്പിക്സ് ആണെങ്കിലും ഞാൻ ഇന്ത്യയുടെ ഗെയിംസ് കാണുമായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു മെഡൽ കിട്ടണം. പക്ഷെ ഒരു മെഡൽ മാത്രമേ അത് അന്നൊക്കെ ചുരുക്കം. ഇന്നിപ്പോ നമുക്ക് വ്യത്യാസം വന്നു. ഞാൻ പറയുന്നത് നമ്മുടെ ഇനിയും വ്യത്യാസം വന്നു. നമ്മുടെ വേൾഡ് നമ്പർ 1, 2, 3 ആ ഒരു റാങ്ക് വരേണ്ട പൊട്ടൻഷ്യൽ ഉള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ തുടക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു, എന്റെ ആഗ്രഹം ഫ്യൂച്ചർ നമ്മുടെ ഇവിടുന്ന് ഒളിമ്പിക് വിന്നേഴ്സ് ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ മാനസിക ഇഷ്യൂസ് സോൾവ് ആവണം. ഡ്രഗ്സിന്റെ പ്രോബ്ലം അത് ഏറ്റവും വലിയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഇഷ്യൂ ആണ്, അത് സോൾവ് ആവണം. അങ്ങനെ പല കാഴ്ചപ്പാടിലാണ് ഈ സ്പോർട്സ് എന്ന ഐഡിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാരും കൊണ്ട് വിദേശത്ത് പോവുക, അതിന് വരെ ഇവിടെ തന്നെ അവർ നിർത്തുവാനുള്ള സാഹചര്യം എടുക്കണം. അങ്ങനെ നമുക്ക് സ്പോർട്സിനെ ഇൻഡസ്ട്രി ആയി ഡെവലപ്പ് ചെയ്താൽ മറ്റുള്ള ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതിനകത്ത് വരുന്നില്ല. മറ്റു ഇൻഡസ്ട്രി പല ഇഷ്യൂസ് ഉണ്ട്, നോക്കൂലി അല്ലെങ്കിൽ വേറെ പണി മുടക്ക്, സ്പോർട്സിനെ അത് ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരത്ത് ഇൻവോൾവ് ആകുമ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ട്. സ്പോർട്സിൽ ഈ ഭാഷയും അല്ലെങ്കിൽ വർണ്ണവും അങ്ങനത്തെ വേറെ എല്ലാത്തിനെയും മറികടക്കുന്ന ഒരു റിലിജിയനാണ് സ്പോർട്സ്. അത് ആ ഒരു സ്പോർട്സിന്റെ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് കേരളത്തെ മാറ്റാൻ പറ്റും. സ്പോർട്സിനെ കുറിച്ച് ഇത്ര വാദവരാതെ സംസാരിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ പങ്കെടുത്തുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ? 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സും ഒക്കെ കൊച്ചുകുട്ടിയാന്ന് പറയാം. എനിക്കൊരു അത്രയും സ്പീഡ് ഓടാൻ പറ്റിയില്ല. അപ്പൊ പങ്കെടുത്ത് ഞാൻ പോകുന്നുള്ളതല്ലാതെ സ്പീഡിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതലുള്ള ആൾക്കാർ പറയുന്നത്. അത് നടക്കുന്നുണ്ട്, ഓടുന്നില്ല. പിന്നെ ക്രിക്കറ്റ് കളിക്കായിരുന്നു, ഫുട്ബോള്, ഈ 2 ഗെയിംസ്, എന്തായാലും ബാഡ്മിന്റൺ, ഈ 3 ഗെയിംസ് ആണ്. ഇപ്പം ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് കളി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് താരം ഐറ്റം ഒന്നും നോക്കണ്ട, സച്ചിൻ. ക്രിക്കറ്റിലാണെങ്കിൽ അതിനും തൊട്ട് മുമ്പ് കപിൽ ദേവ് ആയിരുന്നു. ഓ, ഹീറോ ആയിരുന്നു അല്ലേ? കണ്ടിട്ടുണ്ടോ സച്ചിനെ? കണ്ടിട്ടുണ്ട്. സച്ചിൻ വളരെ നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ 2015 നാഷണൽ ഗെയിംസ് അപ്പ CM ആയിരുന്നപ്പോഴാണ് നടന്നത്. വലിയ സന്തോഷമായിരുന്നു. സച്ചിൻ അവിടെ ഞങ്ങളോടൊപ്പം വന്നു, ഞങ്ങളോടൊപ്പം ഇരുന്നു. പോകുന്ന നേരത്ത് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. 2015 അതിനുശേഷം ഞാൻ ഒരു ഫുട്ബോൾ മത്സരം നവി മുംബൈ കാണാൻ പോയി. കേരള ഫുട്ബോളിന്റെ ഒരു മാച്ച് ആയിരുന്നു, ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ അന്ന് സച്ചിൻ അവിടെ വന്നു, വീണ്ടും ഞങ്ങൾ പരിചയം പുതുക്കി. അപ്പം വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളൊരു ഐഡിയൽ ആയിട്ട് കണ്ട ആളെ നേരിട്ട് കാണുമെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. കാരണം നമ്മള് അത് പ്രത്യേകത വെച്ചാല്, ഞാൻ ചെറുപ്പം തൊട്ടേ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ്. ഈ സച്ചിൻ ഔട്ടാകാതിരിക്കാൻ ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു. അതൊക്കെ നമ്മള് മറക്കാതെ. പറഞ്ഞിട്ടുണ്ടോ പുള്ളിയോട്? അത് ഇല്ല പറഞ്ഞില്ല. അതിനുള്ള സമയം കിട്ടിയില്ല അല്ലേ? പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ സ്പോർട്സ് ഒക്കെ? അത്ര ഞാൻ സ്പോർട്സ്, ഫുട്ബോൾ വേൾഡ് കപ്പ് അത് ഫോളോ ചെയ്യും. അങ്ങനെ ഒളിമ്പിക്സ്, ഇടയ്ക്ക് ഇന്ത്യയുടെ ഗെയിംസ് ഞാൻ ഫോളോ ചെയ്യും. മെസ്സിനെ കുറിച്ച് പറഞ്ഞോണ്ടേ, മെസ്സി ഫാനാണോ? മെസ്സി ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും ആരുടെ ആരാധനാണ്? ഇപ്പൊ നമ്മൾ കമ്പാരിസൺ നോക്കുമ്പോൾ മെസ്സി റൊണാൾഡോ എന്നാണല്ലോ പറയാ. അല്ല, അത് അർജന്റീന തന്നെയാണ്. അർജന്റീനയാണ്. പക്ഷെ എന്റെ ആഗ്രഹം, പക്ഷെ ഇന്ത്യ ഒരു ദിവസം ആ ഒരു ലെവലിലേക്ക് ഉയർത്തുന്നത് നമ്മുടെ ആഗ്രഹം. കാരണം ഇന്ത്യയിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്, അതൊരു ദിവസം നടക്കും. ബോക്സിങ് എപ്പോഴാണ് ലൈഫിലേക്ക് അതൊരു താല്പര്യം? ബോക്സിങ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചെറുപ്പം തൊട്ട് എനിക്ക് സ്പോർട്സിനോട് വലിയ ഇൻട്രസ്റ്റ്. ഞാൻ ബോക്സിങ് മത്സരങ്ങളും കാണുമായിരുന്നു, ഇന്ത്യൻ ബോക്സേഴ്സിന്റെ. നമ്മുടെ ഒരു മണിപ്പൂരിൽ നിന്നുള്ളൊരു മേരികോം, അപ്പൊ അവരുടെയൊക്കെ വല്ല മെഡൽ വിന്നിങ് അതെനിക്ക് ചെറുപ്പത്തിൽ അതെങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഡെക്തലിന് പോയപ്പം ഇത് കണ്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് ഇതൊന്ന് ട്രൈ ചെയ്താലോ. ചെറുപ്പത്തിലുള്ള ഇൻട്രസ്റ്റ് ആണല്ലോ, അങ്ങനെ അത് എടുത്തതാണ്. പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? ഒരാഴ്ച എടുത്തു, പിന്നെ യാത്രയായി, പിന്നെ തിരിച്ചു വന്ന് തുടങ്ങണം. ഈ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞത്, നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് 3000 വീടുകള് സ്വയം നടന്ന് പ്രചാരണം നടത്തി എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല. കാരണം ഞാൻ 25 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നിങ്ങൾ അറ്റൻഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
കറക്റ്റ് കൗണ്ട് ചെയ്ത് എന്താ കൗണ്ട് ചെയ്യാനും പോവാന്ന് കൗണ്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് 3000 വീട് കയറുമെന്ന് പറഞ്ഞു. ആ. ഞാൻ ആദ്യമായിട്ട് കൗണ്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 25 വർഷത്തിലെ എല്ലാ ബൈ ഇലക്ഷൻസും മിക്കവാറും ഒരു 90% ബൈ ഇലക്ഷൻസും 90% ഇലക്ഷൻസും എല്ലാ ഇലക്ഷൻസും ബൈ ഇലക്ഷൻ 90% എന്ന് പറയാം. എല്ലാ ഇലക്ഷൻസും ഞാൻ വീട് കയറ്റവും അങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. തെരുവ് നാടകം നടത്തിയിട്ടുണ്ട്. കേരളത്തില് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ തെരുവ് നാടകം നടത്തി. അതിൽ രാഹുൽ ചീപം കൊടുത്തു. ഞാൻ എത്രയോ നാളുകളായി ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെന്നെ സംബന്ധിച്ചൊരു പുതിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അറ്റൻഷൻ വിടൂ എന്നുള്ളത് മാത്രമേ.